ഹായ് ഹലോ അസ്സലാമലൈക്കും. നൂഹ വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എന്തൊക്കെയുണ്ട് എല്ലാവരെയും വിശേഷങ്ങൾ? സുഖമല്ലേ? ഞങ്ങൾക്കും ഇവിടെ സുഖമാണ്, അൽഹംദുലില്ലാ. അപ്പോൾ ഇന്നത്തെ വീഡിയോ, ഞാൻ ഇന്നാൾ പടുകൂട്ടാൻ വെച്ചില്ലേ നമ്മൾ മലപ്പുറത്ത് പോണീൻ്റെ മുമ്പ്. അപ്പോൾ അന്ന് കുറച്ച് പൂള ചീനി കൊണ്ടുവന്നിട്ട് ഒരു കിഴങ്ങ് ഇവിടെ ബാക്കിയായിരുന്നു. അത് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചങ്ങാണ്ട് ഇനി പോയിന് കേട്ടോ. അപ്പം ഇനിയിപ്പോൾ അത് വെച്ചാലൊന്നും ആർക്കും വേണ്ടി വരില്ല. അപ്പം നമുക്ക് ഇന്നതാണ് പൊരിച്ച് നോക്കാമെന്ന് കരുതി അങ്ങനെ പൊരിച്ചാൻ വേണ്ടി വെച്ചതാണ് കേട്ടോ. അപ്പം നമുക്കിത് എങ്ങനെ പൊരിച്ചെടുക്കുക നോക്കാം. അപ്പം ഞാനിതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞ് നല്ലോണം ഒന്ന് കേകി എടുക്കുന്നുണ്ട്. ആദ്യം തൊലി കളയാതെ ഒന്ന് കേകി, മണ്ണൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ തൊലി കളഞ്ഞിട്ട് ഒന്നും കൂടി കേകി. അപ്പോൾ ആദ്യമായിട്ട് എൻ്റെ വീഡിയോ ആരെങ്കിലുമൊക്കെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. ഇഷ്ടപ്പെട്ട ഒരു ലൈക്കും തരണം. പിന്നെ എന്തെങ്കിലുമൊക്കെ കമൻറ്റ് ഇട്ടുകൊണ്ടു. അപ്പോൾ ഞാൻ ഈ കിഴങ്ങ് നല്ലോണമൊക്കെ കേകി വെച്ചിരിക്കണം. ഇനി നമുക്കിത് വട്ടത്തിൽ അരിയണം. അപ്പോൾ ഞങ്ങൾക്ക് ആദ്യം മലപ്പുറത്ത് ഒരു ചിപ്സിൻ്റെ കട ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ കടയിൽ നമ്മൾ ചിപ്സ് ഇങ്ങനെ അരിയൂലേ, ആ സാധനം ഒന്ന് ഞാൻ ഇത് കണ്ടോ, ആ സാധനമാണിത് കേട്ടോ. അത് ഞാൻ കൊണ്ടുവന്നിരുന്നു. പക്ഷേ അത് ഇവിടെ കൊടുന്നിട്ട് ഞങ്ങൾ ഉപയോഗിച്ചാൽ വെച്ച് 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 നോക്കുമ്പോൾ അതിന് ഒരതി നോക്കുമ്പോൾ മൂർച്ചൊന്നുമില്ല കേട്ടോ. അത് ഞാൻ അപ്പോഴാണ് എടുക്കണതേ. അപ്പോൾ ആവശ്യം വന്നത് ഇപ്പോഴാണ് നോക്കണം കേട്ടോ. അപ്പോൾ ഞാനത് പറ്റണില്ല എന്ന് കണ്ടപ്പോൾ അത് മാറ്റി വെച്ചു. കത്തി കൊണ്ട് തന്നെയാണ് പിന്നെ എടുക്കണത്. കത്തി കൊണ്ട് ചെറുതാക്കി കട്ടി കുറഞ്ഞ് അത് അരിഞ്ഞെടുക്കുന്നുണ്ട്. പിന്നെ ഒരുപാടൊന്നും ഇല്ലല്ലോ, അതുകൊണ്ട് കുറച്ചല്ലേ ഉള്ളൂ. നമുക്ക് കത്തി കൊണ്ട് അരിയാൻ തന്നെ ഉള്ളൂ. അപ്പോൾ കനം കുറച്ച് അരിയണം എന്നുള്ളൂ. പിന്നെ മറ്റേ സംഭവത്തും അരിയാൻ അങ്ങനത്തെ ഇതുമില്ല. പിന്നെ അതിമ നമ്മൾ ചെറുതാക്കണത് മാത്രമേ ഉള്ളൂ. അപ്പം ഇനി അങ്ങനത്തെ ഒക്കെ ഒന്ന് വാങ്ങണം. അപ്പോൾ ഇതാ ഞാനൊക്കെ അങ്ങനെ പിന്നെ ചെറുതാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒന്നും കൂടി പിന്നെ ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട വെള്ളത്തിലൊന്ന് ഇട്ട് വെക്കാം ഒരു 5 മിനിറ്റ് കേട്ടോ. ഞാനിത് ഇങ്ങനെയാണ് ഇട്ടിരിക്കുന്നത്. ഞങ്ങൾ അവിടെ പൊരിച്ചിരുന്നു അന്ന്. അതൊരു ഓർമ്മ ഇങ്ങനെയൊക്കെയാണ് തോന്നുന്നുണ്ട്. മഞ്ഞൾപ്പൊടിയും ഒക്കെ, അത് മഞ്ഞൾപ്പൊടി അല്ല ഓല അതിന് ഉപയോഗിച്ചൊരു കളറാണ്. അങ്ങനെ അതിൽ കുറച്ച് നേരം ഇട്ടുവെച്ചാണ് പിന്നെ ഒരു അത് ഓട്ടല്ലൊരു പാത്രത്തിൽ ഊറ്റി വെച്ച് വെള്ളമൊക്കെ ചോർന്നിട്ട് അങ്ങനെയൊക്കെയായിരുന്നു പിന്നെ വറുത്തെടുത്തിന്ന്. അപ്പോൾ ആ ഒരു ഓർമ്മയ്ക്ക് ഞാനിങ്ങനെ ഇതിലിട്ട് വെച്ചിട്ടുണ്ട് ഒരു 5 മിനിറ്റ് കേട്ടോ. പിന്നെ ഇതിങ്ങനെ വെള്ളത്തിലിട്ട് 5 മിനിറ്റ് വെച്ചിട്ട് പിന്നെ ഞാൻ ആ വെള്ളം തോരാൻ വേണ്ടിയാണ്ട് ഓട്ടപാത്രത്തിലൊക്കെ വെച്ച് വെള്ളം തോരാൻ വെച്ചിട്ട് പിന്നെ ഞാൻ കുട്ടികൾ സ്കൂളിട്ട് വരാനയക്കണ്. അപ്പോൾ ഓലെ കൊണ്ടുവരാൻ പോയി. അവിടെ നിന്നൊക്കെ പോയി വന്നപ്പോഴത്തേന് അത് വെള്ളമൊക്കെ ചോർന്നിരുന്നു. അപ്പോൾ പിന്നെ ഇവർക്ക് മദ്രസ് വിട്ട് വരുമ്പോഴത്തേന് മതി. സ്കൂൾ വിട്ട് വരുമ്പോൾ വെള്ളവും ചായയും ഒന്നും കുടിച്ചില്ല, ഒക്കെ മടിയാണ്. കാരണം നമ്മൾ സ്നാക്സ് കൊടുത്തയക്കണത് ഒരു പിന്നെ സ്കൂൾ വിടാൻ സമയത്താണ് തിന്നണത്. അതുകൊണ്ടാവും ഇവിടെ വരുമ്പോൾ വിശപ്പൊന്നുമില്ല. ഈ പള്ളിയും കൂടി മദ്രസ് വിട്ടും കൂടി വരുമ്പോൾ ഒന്നുമില്ലെങ്കിലോ എന്നാൽ പിന്നെ ഇവിടെ പറയും വേണ്ട കേട്ടോ. അപ്പത്തിനൊക്കെ ഉണ്ടാക്കിയാൽ മതിയല്ലോ കരുതിയിട്ടാണ്. അപ്പോൾ ഞാൻ എന്താ കണ്ടോ, അതൊന്നും കൂടി ഇങ്ങനെ കേക്കിങ്ങാണ്ടൊക്കെ വെച്ച് പിന്നെ അത് വെള്ളം വാരട്ട് എഴുതി അവിടെ വെച്ചിരിക്കുകയാണ്. എന്നിട്ടാണ് കുട്ടികളെ കൊണ്ടുവരാൻ പോയത് കേട്ടോ. പിന്നെ കുട്ടികളെ കൊണ്ടുവരാൻ പോയി വന്ന് ഓള് മേലൊക്കെ കേകിയപ്പോഴത്തേന് ഞാൻ കുറച്ചെടുത്ത് വേഗം പൊരിച്ചിട്ട് കരുതി. പിന്നെ പോകുമ്പോൾ ചിലപ്പോൾ എന്തെങ്കിലും ചോദിച്ചാണെങ്കിലോ എന്നാൽ 2 തിന്ന് പോയിക്കോട്ടെ കരുതി ഒന്ന് രുചി നോക്കുകയൊക്കെ ചെയ്തു കേട്ടോ. ഇഷ്ടപ്പെട്ടിക്കണ്. അങ്ങനെ അതിനൊന്ന് എടുത്ത് നോക്കി തിന്ന് ഒക്കെ പോയി. അപ്പോൾ ഞാനിത് ഓരോന്ന് പൊരിച്ചെടുക്കട്ടെ കേട്ടോ. ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് എണ്ണ ഒഴിച്ചു. ഇനി ചൂടാകുമ്പോൾ അതിക്ക് ഓരോന്നിട്ട് പൊരിച്ചു. നല്ല രസമുണ്ട് കേട്ടോ. അത് ഇങ്ങോട്ട് നല്ല കട്ടി കൂടി പൊട്ടിച്ചാൽ അങ്ങനെ പൊട്ടുന്നുണ്ട്. അങ്ങനെ തന്നെ ആകുമ്പോഴേ ചൂട് കൊടുക്കണ തിന്ന് നോക്കുമ്പോൾ കുറച്ചും കൂടിയൊക്കെ പൊരിച്ചാൽ മതിയെന്ന് തോന്നുന്നുണ്ട്. അത്രയ്ക്ക് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ചൂടില്ല ചായയും ഇതും കൂടിയൊക്കെ കൂട്ടി ഇങ്ങനെ കുടിച്ചാനും നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ ലൈക്ക്
കണ്ടിങ്ങനെ പോകാതെ വേഗത്തിൽ ലൈക്കും തരിക കേട്ടോ. അതൊക്കെ ഇപ്പം തന്നെ അങ്ങോട്ട് ചെയ്തോളിയും. അപ്പം ഇതാ ഓരോന്ന് നമ്മളിങ്ങനെ വറുത്ത് എടുക്കണുണ്ട്. പിന്നെ രാവിലെ തന്നെ ഞാൻ ഇന്ന് കിഴങ്ങ് പൊരിച്ചപ്പോൾ എൻ്റെ കൈയൊക്കെ ഒന്ന് പൊള്ളിയിരുന്നു നല്ലോണം. അപ്പം എണ്ണ കുറേ ആയി ചൂടായി ഇടാനൊക്കെ ചെറിയൊരു പേടി. കൈയൊക്കെ ചൂടത്തേക്ക് തട്ടുമ്പത്തിന് തന്നെ ഭയങ്കര നീറ്റൽ. അപ്പം പിന്നെ കണ്ടോ നല്ല പൊട്ടണുണ്ട്. നല്ലതാണ് കേട്ടോ. നല്ല അതിനെ ക്രിസ്പി ആയിക്കണ്. നല്ല രസമുണ്ട് തിന്നാനും. നല്ല ചീനി പൂളായതുകൊണ്ടേ അടിപൊളി ആയിക്കണ്. അപ്പം ഇങ്ങനെയൊക്കെ ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ വേഗം ഉണ്ടാക്കിക്കോളി എല്ലാവരും. കുട്ടികൾക്ക് കൊടുത്താൽ മതിയല്ലോ സ്കൂളിട്ട് വരുമ്പോൾ. അവള് പള്ളിയിൽ പോകാൻ വേണ്ടിങ്ങാണ്ട് ഇതാ ഒരുങ്ങി റെഡി ആയിക്കണ്. നിങ്ങൾക്കൊക്കെ എല്ലാവർക്കും ഒരു ടാറ്റ തരുന്നുണ്ട്. സ്കൂൾ വിട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ പോകാൻ സമയമൊന്നുമില്ല. വേഗത്തിൽ ഒരുങ്ങി പോകണം കേട്ടോ. 4 മണിയൊക്കെ ആവും. 3:50 ഒക്കെ ആവും വരുമ്പോൾ തന്നെ. പിന്നെ ഇവിടെ വന്ന് മേലേകി ബാത്റൂമിലൊക്കെ പോകണമെങ്കിൽ ഒക്കെ പോയി ഉടുപ്പൊക്കെ മാറി പോകുമ്പോൾ 4:10 ആവും. അപ്പോൾ അത്ര സമയമുള്ളൂ. ഇനി മദ്രസ വിട്ട് വന്നിട്ട് ഇവിടെയൊക്കെ മദ്രസിന് പള്ളി എന്നാട്ടോ പറയുക. അതുകൊണ്ട് ഇച്ചിരി രണ്ടും കൂടി പെട്ടെന്ന് വായിൽ രണ്ടും കൂടിയൊക്കെ വരും. ആക്കാൻ ക്ഷമിക്കുക. നമ്മൾ രണ്ട് നാട്ടുകാരാകുമ്പോൾ വർത്താനത്തിലൊക്കെ ചിലപ്പോൾ അങ്ങനെയൊക്കെ വരും. അപ്പോൾ ഞങ്ങളെ നാട്ടുകാർ കേൾക്കണോല് ഊന്നൊന്നും വിചാരിക്കണ്ട. ഇവിടെ ലോല് ഇപ്പോഴും മലപ്പുറം തന്നെയാണോന്നും വിചാരിക്കണ്ട. അത് എന്ത് പറഞ്ഞാലും അങ്ങനെ തന്നെ കേൾക്കാനും വരിക. നമ്മൾ ശ്രമിച്ചിട്ടൊന്നും കാര്യമില്ല. അങ്ങനെയല്ലേ ശീലിച്ച് പോകുന്നത്. കുറച്ചൊക്കെ മാറി വരും, പിന്നെ കുറച്ചൊക്കെ അവിടുത്തെ തന്നെ വരും. അങ്ങനെയൊക്കെയാണ്. അപ്പം ഞാൻ പിന്നെ ഇത് ഇവിടെ വെച്ചുകൊണ്ട് കുറച്ച് മുളകും പൊടി ഇട്ട് വിതറി കൊടുത്തിക്കണ്. ഞാൻ ഒന്ന് നല്ലോണം ഒന്ന് കുടഞ്ഞ് എല്ലായിടത്തും കൂടി ആക്കി. അടിപൊളി കേട്ടോ. സൂപ്പറാണ്. കണ്ടോ പൊട്ടിച്ചിട്ട് കിറുകിറ് അറിയുന്ന ഒരു സൗണ്ട് വരുന്നുണ്ട്. ഇത് പൊട്ടിച്ചപ്പോൾ അത്രക്ക് ഇതായിക്കണം. അപ്പോൾ നമ്മൾ പുയിങ്ങാനൊക്കെ കൊടുന്ന് വെച്ച ചീനി വെറുതെ അവിടെ ഉണ്ടെങ്കിൽ വെറുതെ നീലിച്ച് കേടെടുത്തി കളയണ്ട. ഇങ്ങനെയൊക്കെ ഉണ്ടാക്കുക, കുട്ടികൾക്ക് കൊടുക്കുക. എന്നൊന്നും പറ്റൂല. എപ്പോഴേലൊക്കെ നമുക്ക് കുട്ടികളെ പറ്റിച്ചാനൊക്കെ പറ്റുന്ന ഒരു പരിപാടി തന്നെയാണ്. അപ്പം ഇന്നത്തെ വീഡിയോ ചെറിയൊരു വീഡിയോ ആണ്. ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണ്. ഇതൊക്കെ കഴിഞ്ഞ് നമ്മളെ കോഴിക്കുട്ടന്മാരെയൊക്കെ ഒന്ന് കൂട്ടിലാക്കാനയക്കണ്. അപ്പോൾ ഒരു കണ്ടില്ലേ മേലൊക്കെ നോക്കി നിൽക്കുകയാണ്. കുട്ടികളൊക്കെ വലിയതേക്കുണ്ടോ. ഞാൻ മലപ്പുറത്ത് പോയി വന്നപ്പോൾ മലപ്പുറത്തേക്ക് പോയപ്പോൾ ഇതൊക്കെ കുറച്ച് ചെറുതേനും തോന്നുന്നു. ഇവിടെ വന്നപ്പത്തിന് കണ്ടോ ഒക്കെ വലിയതായിക്കണം കേട്ടോ. ഞാൻ തന്നെ അന്തം വിട്ടു. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അസ്സലാമു അലൈക്കും.